ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ ഓൺലൈൻ ഷോപ്പ് ചെയ്യാറുള്ളതായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് പ്രൊഡക്ട്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. അതായത് വിവിധ സൈറ്റിൽ നിന്ന് ഞാൻ മേടിച്ച കുറച്ച് പ്രൊഡക്ട്സ് എല്ലാം തന്നെ വളരെ ചെറിയ റേറ്റിനാണ് മേടിച്ചത്. അതാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ എടുക്കുന്നതും. കാരണം നമ്മൾ വാങ്ങിച്ചുള്ള എല്ലാ സാധനങ്ങളും വളരെ ചെറിയ റേറ്റിനാണ്, 100, 200 ആ ഒരു റേറ്റിന്. എന്നാൽ ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളുമാണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. മേക്കപ്പ് ഐറ്റംസ് ഉണ്ട്, അല്ലാതെയുള്ള സാധനങ്ങളുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് 1 by 1 ആയി നോക്കാം കേട്ടോ. അപ്പോൾ നാം ഫസ്റ്റിൽ തന്നെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ ഒരു ബ്രേസ്ലെറ്റ് ആണ്. ഇത് മീഷോ എന്നാണ് മേടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പൈസ വരുന്നത് 157 രൂപയാണ് കേട്ടോ. നമ്മുടെ ഷോപ്പിലൊക്കെ മേടിക്കുന്നതാണെങ്കിൽ ഇതുപോലത്തെ സാധനത്തിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും അല്ലേ. ഇതുപോലെ ഒരു ബ്രേസ്ലെറ്റ് ആണ്, നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലുള്ള സംഭവങ്ങൾ. എനിക്ക് കുറേ വള ഇടാനും തിന്നായിട്ടുള്ള കുറേ വള ഇടാനും ഇഷ്ടമാണ്. ഇതുപോലുള്ള കട്ടിയുള്ള സാധനങ്ങൾ ഇടാനും ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ഗോൾഡൻ കളറും അങ്ങനെയുള്ള കളർ ചേഞ്ചൊക്കെ അവൈലബിൾ ആണ് കേട്ടോ, ബ്ലാക്ക് അങ്ങനെയൊക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്, കണ്ടില്ലേ. അടുത്തത് വരുന്നത് ഒരു മോയ്സ്ചറൈസർ ആണ്, കണ്ടില്ലേ. പീച്ച് മിൽക്കിൻ്റെ വിറ്റമിൻ ഇ ക്രീം മോയ്സ്ചറൈസർ കേട്ടോ. ഇത് ഞാൻ മേടിച്ചത് മിന്ത്രയെന്നാണ്. റേറ്റ് വരുന്നത് 234 കേട്ടോ. കണ്ടില്ലേ, നല്ല യൂസാണ്. എൻ്റെത് ഡ്രൈ സ്കിന്നാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത്. ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ഇതിൻ്റെ സ്മെല്ല് ഉണ്ടല്ലോ, ഭയങ്കര നല്ലതാണ് കേട്ടോ. നമുക്കിത് കഴിക്കാൻ തോന്നും, അത്രയും നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കാണിക്കാം. എൻ്റെ ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു മാറ്റം അറിയുന്ന എനിക്കറിയില്ല അല്ലേ. വളരെ ക്രീമി ആയിട്ടുള്ള ഒരു ഇതാണ്, കണ്ടില്ലേ. ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ നല്ല യൂസ്ഫുള്ളാണ്. ഡ്രൈ സ്കിൻ, എൻ്റെ പോലത്തെ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്, 234 കേട്ടോ. മിന്ത്രയെന്നാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ഒരു ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ഒരു ലിപ്സ്റ്റിക്കാണ്, മാറ്റി ലിക്വിഡ് ലിപ്സ്റ്റിക്ക്. ഇത് 6 കളേഴ്സ് വരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ എല്ലാം തന്നെ. അപ്പോൾ ഇത് 6 കളേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നത് എനിക്ക് ഓർമ്മയില്ല. എല്ലാം നല്ല കളറാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടൊരു ഫേവറായിട്ടുള്ള കളറ് ഇതിൽ ഇതാണ് കേട്ടോ. നല്ല ഷെയ്ഡാണിത്, എല്ലാം സൂപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 240 രൂപയാണ്. 240 രൂപയ്ക്ക് എനിക്കിത് വളരെ അഫോർഡായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് യൂസ്ഫുള്ളാണ് കേട്ടോ ഇത്. പിന്നെ ഞാനിതുവരെ അങ്ങനെ ലിപ്സ്റ്റിക്ക് അങ്ങനെ ട്രൈ ചെയ്യുന്ന ആളല്ല, പക്ഷേ ഇതെനിക്ക് എല്ലാം കുറേ ഷെയ്ഡ്സ് ഇതിൽ കിട്ടിയപ്പോൾ എനിക്ക് ഹാപ്പിയായി. 240 രൂപയ്ക്ക് ഇത് വെറുത്താണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ മേടിച്ചിട്ടുള്ളത് മിന്ത്രയെന്നാണ്. അടുത്തത് മിന്ത്രയിൽ തന്നെ മേടിച്ച മറ്റേതായിട്ടാണ്, ഒരു സെറാണ് കേട്ടോ. അതായത് റിവൈറ്റ് ലിഫ്റ്റ് ഹൈലറോണിക് ആസിഡ് 1.5% സെറ കേട്ടോ. ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഞാനിത് ഒരു തവണ ഒരു ബോട്ടിൽ ഫിനിഷ് ചെയ്തത് സെക്കൻഡ് ടൈം ഓർഡർ ചെയ്തതാണ് കേട്ടോ. നല്ല സംഭവമാണ്. നല്ല നമ്മളെ സ്കിന്നൊക്കെ ഒന്ന് ഹൈഡ്രേറ്റ് ആക്കി വെക്കാനൊക്കെ ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഡ്രൈ സ്കിന്നിനും ഏത് സ്കിന്നിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയൊരു സെറാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ മുന്നേ ഫസ്റ്റ് ടൈം മേടിച്ചപ്പോൾ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണുന്നുള്ളവർ തീർച്ചയായും കാണാം. ഇത് മിന്ത്രയിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 529 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഗൂഗിൾ പേ വെച്ച് പേ ചെയ്യുമ്പം എനിക്ക് അതിനകത്ത് ഡിസ്കൗണ്ട് കിട്ടാറുണ്ട് കേട്ടോ. ജിപേ ചെയ്യുമ്പം അറിയാമല്ലോ, എന്തായാലും നല്ല രീതിക്ക് ഒരു എമൗണ്ട് കുറഞ്ഞ് കിട്ടുന്നുണ്ട്. ഇനി വ്യത്യസ്തമായിട്ടുള്ള മറ്റ് 2 ഐറ്റമാണ്. ഇത് മീഷോന്ന് മേടിച്ചാണ്, ബണ്ണാറ് കേട്ടോ. വളരെ യൂസ്ഫുള്ളാണ്. നമ്മൾ ഈ ചില്ലറ പൈസയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അത് അവിടെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിക്ക് അത് വേസ്റ്റ് ആവാറുണ്ടല്ലേ. അത് ചിലപ്പോൾ ഏതിൻ്റെയും ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് കാണത്തില്ല. ഒന്നിക്ക് സോഫേൻ്റെ അടിയിൽ, ഇത് അൻഷൊക്കെ എടുത്ത് കളിക്കുന്നതുകൊണ്ട് തന്നെ സോഫേൻ്റെ അടിയിൽ കട്ടിലിൻ്റെ അടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് എടുക്കൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് സേഫാക്കി വെക്കാൻ ഞാൻ വാങ്ങിച്ചതാണിത്. ഇത് 2 എണ്ണം ആണ്. ഇതിന് വെറും 177 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. വളരെ യൂസ്ഫുള്ളാണ് എനിക്കിത്.
177 രൂപയ്ക്ക് ഞാൻ മീഷോന്ന് മേടിച്ച ഒരു പ്രൊഡക്റ്റാണിത്. ഈ ഒന്നിൽ ചില്ലറ പൈസയാണ്. ഇതിൽ നമ്മൾ 10 രൂപ 20 രൂപ ഒക്കെ വരുന്ന നോട്ടാണ് ഞാൻ ഇട്ട് വെച്ചേക്കുന്നത്. എനിക്കിത് വളരെ യൂസ്ഫുൾ ആണ്. ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇതൊരു ഫോൺ കവറാണ് കേട്ടോ. ഇത് എൻ്റെ അല്ല, പിക്സലിൻ്റെയാണ്, ഹസ്ബൻഡിൻ്റെ ഫോണിൻ്റെ കവറാണിത്. നല്ല കവറാണ് കേട്ടോ. നമ്മൾ അത്യാവശ്യം നല്ലൊരു കവറാണിത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 200 ആണ്. 200 സംതിങ് ആണ്. ഇതിന് കറക്റ്റ് റേറ്റ് ഓർമ്മയില്ല കേട്ടോ. ആ ആപ്പ് ഞാൻ ഡിലീറ്റ് ആക്കി ഫോണിൽ നിന്ന്. എൻ്റെ കറക്റ്റ് ഇത് ഓർമ്മയില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. അടുത്തത് ഒരു ഐഷാഡോ ബോക്സാണ്. ഇത് മീഷോന്നാണ് മേടിച്ചത്. 126 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല എല്ലാ കളേഴ്സും ഇതിലുണ്ട്. നമുക്കിങ്ങനെ ലൈറ്റായിട്ടൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് തുറക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല കളേഴ്സ് ഇതിലുണ്ട്. എനിക്കിത് മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്ന ആളല്ല, പക്ഷേങ്കിൽ എനിക്ക് ചില വീഡിയോസിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് വാങ്ങിച്ചു വെച്ചതാണ്. മറ്റൊരു ഉപയോഗത്തിനാണ് വാങ്ങിച്ചു വെച്ചത്. എന്തായാലും നല്ല സംഭവമായിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഇപ്പോൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ തന്നെ ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 126. മീഷോന്നാണ് ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് കുറച്ച് സംഭവങ്ങളും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുക എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. കുറേ ബ്രഷസ് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടല്ലേ. ഇതൊക്കെ ഇത് ഇടാൻ തന്നെയാണ്, പക്ഷേ അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ല. അതൊക്കെ ഇനി നോക്കി പഠിക്കണം അത്ര കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. ഇതാണില്ലേ, ഒരു ഐലൈനർ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതങ്ങനെ പെട്ടെന്ന് വരച്ച് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് മാഞ്ഞു പോകുന്ന ഒരു സാധനമല്ല. നല്ല പോലെ ഡാർക്കായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തന്നെയാണ്. നല്ല സാധനമാണ്. നമ്മൾ ഐലൈനറൊക്കെ ഇട്ട അതേ ഫീൽ തന്നെ ഇതിന് കിട്ടുന്നുണ്ട്. സൂപ്പർ, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതെനിക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇത് മീഷോന്നാണ് മേടിച്ചത്. വെറും 126 രൂപ. ഞാൻ ഇതിൽ ഒരു കളർ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം. ഈ സംഭവമൊന്നും ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളല്ല, പക്ഷേ ഇതുപോലുള്ള എന്താ പറയുക ഇങ്ങനത്തെ ഷെയ്ഡ്സൊക്കെ എനിക്ക് ഇഷ്ടമാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എടുക്കാമല്ലോ. വളരെ ലൈറ്റായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കാണുന്നുണ്ടെന്ന് എനിക്കില്ല, കാരണം എൻ്റെ ഫോണിൻ്റെ ക്യാമറ അത്ര നല്ല ഇതല്ല. അതുകൊണ്ട് ഇത് ഫ്രണ്ട് ക്യാമറയാണ് ഒന്നാമത്. അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ വ്യത്യാസം മനസ്സിലായി എന്ന് വരത്തില്ല. ബാക്ക് ക്യാമറ ആണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ കിട്ടിയേനെ, പക്ഷെ അതെനിക്ക് അത്ര എക്സ്പേർട്ട് അല്ല. ഞാൻ ബാക്ക് ക്യാമറ ഓൺ ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയ പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാ പ്രൊഡക്ട്സും നല്ല അഫോർഡബിൾ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൽ. എനിക്ക് ഭയങ്കര എന്താ പറയുക അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം എല്ലാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്, അതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വാങ്ങിക്കുക, ട്രൈ ചെയ്യുക കേട്ടോ. എന്നിട്ട് അത് എന്താണ് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ സ്കിന്നിന് അത് സ്യൂട്ടാവുന്നു എന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ കമൻറ്റൊക്കെ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ റേറ്റ് ഞാൻ പറയാൻ വിട്ടുപോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ കമൻറ്റ് വഴി തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതായത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.